ഇതൊരു ക്ലാസ് പടമാണ്, ക്ലാസ് ഓഡിയൻസുള്ളതാണ്. പഴയ ലാലേട്ടനെ കാണാം, മോഹൻലാൽ ആക്ടറിനെ കാണാം. പിന്നെ എടുത്തു വരികയാണ് അനശ്വരാജിൻ്റെ പെർഫോമൻസ് ഉഗ്രനാണ്. പിന്നെ എല്ലാം കൊണ്ട് നല്ല മൂവിയാണ്, അങ്ങനെ ലാഗ് അങ്ങനെയൊന്നുമില്ല. ജിത്തു ജോസഫ് മോഹൻലാൽ ചെയ്യുമ്പോൾ ഒരു മാജിക് വരുന്നുണ്ട്, ആ കോമ്പിനേഷൻ നല്ലതാണ്. എല്ലാം കൊണ്ട് നല്ല ഒരു മെസ്സേജും ഉണ്ട്, ഇതിനെല്ലാം ഇഷ്ടപ്പെടും. പെൺമക്കളുടെ പേരൻസിലെ കാണേണ്ട പടമാണ്. എല്ലാം കൊണ്ട് നല്ല വലിയൊരു ഹിറ്റായിരിക്കും. റേറ്റിംഗ് 5 4.5 കൊടുക്കാം. പല ഫാൻസുകാർ അത് ശരിയല്ല. ഒരു നല്ല പടം, ഒരു പടം നല്ലതാണെങ്കിൽ അത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യണം, ഒരിക്കലും അത് ഡിഗ്രേഡ് ചെയ്യരുത്. നേരത്തെ ഞാൻ പറഞ്ഞതാണ്, എനിക്ക് ഇറങ്ങുമ്പോൾ ചെറിയ പേടിയുണ്ട്, ലാഗ് വരും പേടിയുണ്ട്. പക്ഷേ ലാഗൊന്നുമില്ല, ത്രൂ ഔട്ട് നല്ല മൂവിയാണ്. നല്ല സ്ക്രിപ്റ്റാണ്, ആ ലേഡി അഡ്വക്കേറ്റിൻ്റെ സ്ക്രിപ്റ്റ് നല്ലതാണ്. ജിത്തു ജോസഫിൻ്റെ ബ്രില്യൻസ് ഉണ്ട്. എടുത്തു പറയാവുന്നത് മോഹൻലാലിൻ്റെ അനശ്വരാജിൻ്റെ പെർഫോമൻസാണ്. ഇത് രണ്ടിൻ്റെ അർത്ഥമുണ്ട്. സിദ്ദിഖ് നേറ്റീവ് ആണെങ്കിൽ നന്നായി ചെയ്തിട്ടുണ്ട്. ലാഗ് അങ്ങനെയൊന്നുമില്ല, നല്ലൊരു എൻ്റർടൈനറും ആണ്, മെസ്സേജും ഉണ്ട്. കോഡ് ഡ്രാമ പണ്ട് പറഞ്ഞാൽ വന്നിട്ട് മെയിൽ വില്ലാസ്, അത് ഇത് രണ്ട് രീതിയിലാണ് നന്നായി ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ ആദ്യമായിട്ടാണ് അദീബന്, ജനകൻ, റെഡ് ചില്ലി, സില്ലെല്ലാം കുറച്ച് അഡ്വക്കേറ്റ് റോൾ ചെയ്യുന്നത്. ത്രൂ ഔട്ട് ചെയ്യുന്നതിലാണ്. ലാലേട്ടൻ്റെ ഫാദർ ഒരു അഡ്വക്കേറ്റാണ്. അപ്പോൾ ത്രൂ ഔട്ട് അഡ്വക്കേറ്റ് റോൾ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. സാറ് മമ്മൂക്കിയാണ് ചെയ്യുന്നത്. ഞാൻ നേരിട്ട് വേറെ ഉള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞതാണത്.